കേരളമാകെ തൃപ്പൂണിത്തുറയിലേക്ക് എത്തി ഈ അത്തച്ചമയ ഘോഷയാത്ര ആസ്വദിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ തൃശ്ശൂർ പൂരവും ഈ പറഞ്ഞ പോലെ കേരളത്തിൻ്റെ തനതായ ചില ആഘോഷങ്ങളുണ്ടല്ലോ, തൃശ്ശൂർ പൂരം, നെഹ്റു ട്രോഫി വള്ളംകളി, അതുപോലെ സംസ്ഥാനത്തെ ഒട്ടാകെ ഒരു പ്രദേശത്തേക്ക് എത്തിക്കുന്ന ആഘോഷങ്ങളിലൊന്നാണ് അത്തച്ചമയ ഘോഷയാത്ര. അതേ പ്രാധാന്യത്തോടെ തന്നെയാണ് ഈ നാട്ടുകാരും ഈ വരുന്നവരെ എല്ലാം വരവേൽക്കാനായി കാത്തിരിക്കുന്നത്. കാര്യം ഇവിടുത്തെ വ്യാപാരികളൊക്കെ തന്നെ ഈ പുറത്തുനിന്ന് എത്തിയവർക്ക് കുടിവെള്ളം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ വിതരണം ചെയ്യുന്നു. ഈ ആഘോഷത്തിന്റെ ഒക്കെ പൊലിമയോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട കാര്യമാണ് ഈ നാട്ടുകാർ ഈ എത്രത്തോളം പ്രാധാന്യത്തോടെയും സഹകരണത്തോടെയും കൂടിയാണ് ഈ അത്തച്ചമയ ഘോഷയാത്ര ഈ പരിപാടിയെ നോക്കിക്കാണുന്നത് എന്ന് പറയേണ്ടതായിട്ട് വരും. അതോടൊപ്പം പോലീസും ഫയർഫോഴ്സും നടത്തിയിട്ടുള്ള ഒരു മുൻകരുതലുകളും അവരുടെ നിയന്ത്രണങ്ങളും ഒക്കെ തന്നെ ജനങ്ങൾക്കൊട്ടും ബുദ്ധിമുട്ടുണ്ടാകാത്ത തരത്തിലാണ് അവർ കാര്യങ്ങളൊക്കെ തന്നെ ക്രമീകരിച്ചിരിക്കുന്നത്. തൃപ്പൂണിത്തുറ നഗരത്തിലും എറണാകുളം ജില്ലയുടെ പ്രധാന പാതകളിലും ഈ തൃപ്പൂണിത്തുറ വഴി ചേർന്ന് പോകുന്ന പാതകളിലുമൊക്കെ തന്നെ ഗതാഗത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പോലും അതിനെപ്പറ്റിയുള്ള വ്യക്തമായ വിവരങ്ങളൊക്കെ തന്നെ മുൻപേ തന്നെ പൊതുജനങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. അതോടൊപ്പം ഈ നാട്ടുകാർക്കും അതിനെപ്പറ്റിയുള്ള വ്യക്തമായ അവബോധം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജനജീവിതത്തെ അല്ലെങ്കിൽ ഗതാഗതത്തെ ഒട്ടും സ്തംഭിപ്പിക്കാത്ത തരത്തിലുള്ള ഒരു ആഘോഷങ്ങളാണ് ഈ തൃപ്പൂണിത്തുറ നഗരത്തെ വലംബിക്കുന്ന അത്തച്ചമയ ഘോഷയാത്രയോടനുബന്ധിച്ച് ക്രമീകരിച്ചിരിക്കുന്നത്. അത് എടുത്തു പറയേണ്ട കാര്യമാണ്. അതോടൊപ്പം ഘോഷയാത്രയിൽ എത്തുന്ന ആർക്കെങ്കിലും ആരോഗ്യപരമായ ബുദ്ധിമുട്ട് തോന്നിക്കഴിഞ്ഞാൽ അവരെ ഉടൻ തന്നെ ചികിത്സിക്കാനൊക്കെ തന്നെ പറ്റുന്ന മെഡിക്കൽ സംഘവും ഇവിടെ തമ്പടിച്ചിട്ടുണ്ട്. അവർ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം ഫയർഫോഴ്സ് സംഘം ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ വളരെ വിപുലമായിട്ടുള്ള ഒരു ക്രമീകരണങ്ങൾ, സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ തന്നെ ഈ അത്തച്ചമയ ഘോഷയാത്രയുടെ ഭാഗമായി ജില്ലാ ഭരണകൂടം ഇവിടെ ഒരുക്കിയിട്ടുണ്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇപ്പോൾ രാവിലെ മുതൽ തന്നെ വിവിധ ജില്ലകളിൽ നിന്നെത്തിയ കലാകാരന്മാരാണ് പലതരത്തിലുള്ള കലാരൂപങ്ങൾ ഈ നഗരത്തിലുടനീളം പ്രദർശിപ്പിക്കാനായി വളരെ അക്ഷീണം പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നത്. പടയണിയും തിറയും അതോടൊപ്പം തന്നെ തെയ്യവും കേരളത്തിൻ്റെ തനതായിട്ടുള്ള നാടൻ കലാരൂപങ്ങൾക്കൊപ്പം അതോടൊപ്പം ചെണ്ടമേളം, പുലികളി, അങ്ങനെ നമ്മുടെ സംസ്കാരത്തോട് ചേർന്ന് നിൽക്കുന്ന നാടൻ കലാരൂപങ്ങൾ പലതും ഈ വീഥികളിൽ, ഈ തൃപ്പൂണിത്തുറയുടെ വീഥികളെ ആകെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് ഒരു വലിയ ഘോഷയാത്രയായി കടന്നു പോകുന്ന കാഴ്ച കാണുന്നുണ്ട്. അതോടൊപ്പം ഒരു വലിയ ബാൻഡ് ഗ്രൂപ്പ് കൂടി ഈ സംഘത്തിനോടൊപ്പം അണിചേർന്നിട്ട് ആ ബാൻഡ് ഗ്രൂപ്പിന്റെ ഒക്കെ പ്രകടനം ആസ്വദിക്കാൻ ധാരാളം ആളുകളാണ് എല്ലാ ജംഗ്ഷനുകളിലും തടിച്ചുകൂടിയിരിക്കുന്നത്. നൂറുകണക്കിന് ആളുകൾ പല കവലകളിലായി ഈ അത്തച്ചമയ ഘോഷയാത്ര ആസ്വദിക്കാനായി തടിച്ചു കൂടിയിട്ടുണ്ട്. അതോടൊപ്പം സ്കൂൾ വിദ്യാർത്ഥികളും സ്ത്രീകളും ഒക്കെ ഉൾപ്പെടുന്ന ഒരു സംഘവും വിവിധ വേഷധാരികളായി ഈ അത്തച്ചമയ ഘോഷയാത്രയോടൊപ്പം അണിനിരന്നിട്ടുണ്ട്. അവരെ കൂടി ആസ്വദിക്കാൻ വേണ്ടി അവരുടെ ആ ഒരു രൂപമാറ്റവും ഒക്കെ തന്നെ വളരെയധികം ആകർഷണീയമായ രീതിയിലാണ് ഈ അത്തച്ചമയ ഘോഷയാത്രയിൽ ഒരുക്കിയിരിക്കുന്നത്. അതോടൊപ്പം വിവിധ സന്നദ്ധ സംഘടനകളും ഈ അത്തച്ചമയ ഘോഷയാത്രയുടെ പ്രവർത്തനങ്ങൾക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഒരു അത്തച്ചമയ ഘോഷയാത്രയ്ക്ക് കൂടുതൽ മിഴിവേകാനായി സന്നദ്ധ പ്രവർത്തനങ്ങളുമായി രംഗത്തെത്തിയിട്ടുണ്ട് എന്ന് പറയുന്നതും എടുത്തു പറയേണ്ട കാര്യമാണ്. അതോടൊപ്പം മഴ ഇടവിട്ട് പെയ്യുന്നുണ്ടെങ്കിൽ പോലും ഈ അത്തച്ചമയ ഘോഷയാത്രയുടെ യാതൊരു പൊലിമയും കുറയ്ക്കാത്ത തരത്തിൽ മഴ പെയ്താൽ പോലും അതൊക്കെ ഈ അത്തച്ചമയ ഘോഷയാത്രയുടെ പൊലിമ കൂട്ടുന്ന തരത്തിലേക്ക് മാറ്റുന്ന ഒരു വളരെ ആവേശകരമായ കാഴ്ചയാണ് തൃപ്പൂണിത്തുറയിൽ ഇപ്പോൾ ഉള്ളത്. ഓണത്തിൻ്റെ തുടക്കമാണ്. ഇന്ന് മുതൽ 10 ദിവസം അത്തപ്പൂക്കളം ഇട്ട് ഓണം ആഘോഷിക്കാനായി മലയാളി തയ്യാറെടുക്കുകയാണ്. അത്തം മുതൽ തിരുവോണം വരെയുള്ള 10 ദിവസങ്ങൾ മലയാളികൾക്ക് ഇനി സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒക്കെ ഓണക്കാലമാണ്. അപ്പോൾ പോലും നമ്മൾ പല നാട്ടുകാരോടും അവരുടെ പ്രതികരണങ്ങൾ ചോദിക്കുമ്പോൾ അവരുടെ മനസ്സിലൊരു നൊമ്പരമായി വയനാട് സംഭവത്തെപ്പറ്റി പറയുന്നുണ്ട്. വയനാടുകാരെ മറക്കുന്നില്ല. ഏതൊരു ആഘോഷത്തിലും നമ്മുടെ സംസ്ഥാനത്തെ പല ഭാഗങ്ങളിലും ആഘോഷങ്ങൾ നടക്കുമ്പോൾ പോലും അവരുടെ പ്രതികരണങ്ങൾ ആരായുന്ന സമയത്ത് അവരാദ്യം പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ വയനാട് പ്രശ്നം നമ്മുടെ മനസ്സിലുണ്ട്. അതിൻ്റെ ആ ഒരു ഓണക്കാലത്തിൻ്റെ മുന്നിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ആ വയനാടിനെ മറക്കാത്ത മലയാളികളുടെ നല്ല മനസ്സിന് ഈ എല്ലാ ആഘോഷത്തിനോടൊപ്പം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ആ നല്ല മനസ്സ്. ഈ ഓണക്കാലത്ത് അവരെ കൂടി, അതായത് കഷ്ടപ്പെടുന്നവരെ കൂടി ചേർത്ത് പിടിക്കാൻ കഴിയുന്ന എല്ലാ വിഷമങ്ങളും എല്ലാ പ്രശ്നങ്ങളും മറക്കാൻ കൂടിയാണ് ആഘോഷങ്ങൾ നമ്മളെ തേടിയെത്തുന്നത്. ആ ആഘോഷത്തിൽ മുഴുകി തന്നെയാണ് മനുഷ്യൻ മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. എന്തായാലും ഓണാഘോഷത്തിന്റെ ഏറ്റവും ഗംഭീരമായ കാഴ്ചകളാണ് അത്തച്ചമയ വീഥിയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്.